ഗുഡ് മോർണിംഗ്. ഇലക്ട്രോൺ ഗ്യാസിൻ്റെ ഹീറ്റ് കപ്പാസിറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് അനുസരിച്ച് നമ്മൾ പറയും ഒരു ഫ്രീ പാർട്ടിക്കിളിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 3/2 kB ആയിരിക്കും എന്ന്. ദെൻ നമുക്ക് n നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോ ആറ്റംസിനും കറസ്പോണ്ടിങ് ആയിട്ട് വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ആ വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഇലക്ട്രോൺ ഗ്യാസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദെൻ ആ ഇലക്ട്രോണിൻ്റെ കേസിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 3/2 kB എന്ന് പറയുന്ന ഹീറ്റ് കപ്പാസിറ്റി ആയിരിക്കും ഫ്രീ ഇലക്ട്രോണിൻ്റെ കേസിൽ. n ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് നമ്മളവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 3/2 nkB ആയിരിക്കും ഹീറ്റ് കപ്പാസിറ്റി വാല്യൂ. ബട്ട് ഈ ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് നമുക്ക് ഇലക്ട്രോണിൻ്റെ ഫ്രീ ഇലക്ട്രോൺ ഗ്യാസിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി മെഷർ ചെയ്യുമ്പം ഈ 3/2 nkB എന്ന് പറയുന്നൊരു വാല്യൂ അല്ല കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വൽ വാല്യൂ 0.01 അതിനേക്കാളും കുറവായിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. 3/2 kBനേക്കാളും കുറവായിട്ടുള്ള വാല്യൂ ആണ്. സോ ഈ ഡിസ്ക്രിപ്പൻസിക്ക് കാരണം എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വാണ്ടം മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റ് ഈ കേസിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഫെർമി ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് അതേ സെൻറ്റൻസാണ് ഞാനിവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. One recognizes that the specific heat vanishes at absolute zero and at low temperatures it is proportional to the absolute temperature. ക്വാണ്ടം മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റ് അനുസരിച്ച് പറഞ്ഞിരിക്കുന്ന ഈ സ്പെസിഫിക് ഹീറ്റ് വേരിയേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സ്പെസിഫിക് ഹീറ്റ് 0 ആയിരിക്കും T=0 കെൽവിനിൽ. ദെൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇനി സ്മോൾ വാല്യൂ ഓഫ് ടിയിൽ ഈ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആയിരിക്കും. ദെൻ ഈ രീതിയിലാണ് സ്പെസിഫിക് ഹീറ്റ് വേരി ചെയ്യുന്നത് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ ക്ലാസിക്കൽ ട്രീറ്റ്മെൻറ്റ് അനുസരിച്ച് വന്ന ഡിസ്ക്രിപ്പൻസിക്ക് കാരണവും പറയണം. ദാറ്റ് ഈസ് വെൻ വി ഹീറ്റ് എ സ്പെസിമെൻ ഫ്രം അബ്സല്യൂട്ട് സീറോ നോട്ട് എവരി ഇലക്ട്രോൺ ഗെയിൻസ് ആൻ എനർജി kBT ആസ് എക്സ്പെക്റ്റഡ് ക്ലാസിക്കലി. സപ്പോസ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിലുള്ള സ്പെസിമെനിൽ നമ്മൾ ഹീറ്റ് കൊടുത്തു എന്ന് വിചാരിക്കുക. ഓർ അതിനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എല്ലാ ഇലക്ട്രോണും kBT എനർജി അബ്സോർബ് ചെയ്ത് എക്സൈറ്റ് ചെയ്ത് പോകും എന്നാണ് ക്ലാസിക്കലി നമ്മൾ വിചാരിക്കുന്നത്. ബട്ട് എല്ലാ ഇലക്ട്രോണും ഈ kBT എനർജി അബ്സോർബ് ചെയ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നില്ല. ഒരു ഫ്രാക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് മാത്രമേ ഈ kBT എനർജി അബ്സോർബ് ചെയ്യുന്നുള്ളൂ. ഓർ ആ എനർജി ഗ്യാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി അബ്സോർബ് ചെയ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഓൺലി ദോസ് ഇലക്ട്രോൺസ് ഇൻ ഓർബിറ്റൽസ് വിത്ത് ആൻ എനർജി റേഞ്ച് kBT ഓഫ് ദ ഫെർമി ലെവൽ ആർ എക്സൈറ്റഡ് തെർമലി. These electrons gains an energy which is itself of the order of kBT. Only a fraction of electrons acquires this energy kBT and excited to the upper state. Then we assume that if n is the total number of electrons, only a fraction of the order of T/Tf can be excited thermally at a temperature T. അപ്പോൾ ഈ ടി ആണ്, ന്യൂമറേറ്ററിലുള്ള ടി ആണ് നമ്മൾ വേരി ചെയ്യിക്കുന്ന ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചറിനനുസരിച്ച് എക്സൈറ്റ് ചെയ്ത് പോകുന്ന ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്തിനോട് പ്രപ്പോർഷനിലാണ്? ഈ T/Tf എന്ന് പറയുന്ന ഫ്രാക്ഷനോട് പ്രപ്പോർഷനിലാണ്. നമ്മൾ പറഞ്ഞു എല്ലാ ഇലക്ട്രോൺസും എക്സൈറ്റ് ചെയ്ത് പോകുന്നില്ല, ഓർ kBT എനർജി അബ്സോർബ് ചെയ്ത് എക്സൈറ്റ് ചെയ്യുന്നില്ല. ഓൺലി എ ഫ്രാക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ക്യാൻ എക്സൈറ്റ് തെർമലി. ആ ഫ്രാക്ഷനാണ് T/Tf, where Tf is the Fermi temperature. Then each of these n into T/Tf electrons, അപ്പോൾ നമ്മൾ ടോട്ടൽ n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ T/Tf ആണ്. സോ n into T/Tf ഇലക്ട്രോൺസ് ഹാസ് ദ തെർമൽ എനർജി ഓഫ് ദ ഓർഡർ ഓഫ് kBT. ഇനി നമുക്ക് ടോട്ടൽ എനർജി, തെർമൽ കൈനറ്റിക് എനർജി എഴുതാം. ദാറ്റ് ഈസ് ദ ടോട്ടൽ തെർമൽ കൈനറ്റിക് എനർജി ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് U is equal to എന്തെന്ന് എഴുതണം? n into T/Tf into kBT. നമ്മൾ 3/2 kBT എന്ന് പറഞ്ഞ എനർജി എഴുതുന്നതിന് പകരം എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു ടേം എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് മാത്രമേ ഈ എക്സൈറ്റേഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ, ഒരു കോൺസ്റ്റൻ്റ് അല്ല. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് പറയുന്നു? n into T/Tf എന്ന് പറയുന്ന ടേമായിട്ട് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ദ ഇലക്ട്രോൺസ് the number of electrons which are excited to the upper state will depends upon the temperature.
അതാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇക്വേഷൻ നമ്പർ 1. ദ ഇലക്ട്രോണിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഗിവൺ ബൈ, ഇനി നമുക്ക് ഹീറ്റ് കപ്പാസിറ്റി എഴുതാം. ദ ടോട്ടൽ എനർജി നമുക്ക് കിട്ടി N × T/TF kBT. ഇലക്ട്രോണിക് ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, കോൺസ്റ്റൻറ്റ് പ്രഷർ നമ്മൾ CP CV എന്നൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് C_P C_V. ഇവിടെ ഇലക്ട്രോണിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് നമ്മൾ പറയണത്. അതുകൊണ്ട് തന്നെ നമുക്ക് C ഇലക്ട്രോണിക് എന്നെഴുതാം =, ∂U/∂T. ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു T കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് = N × kB × T/TF, ദാറ്റ് ഈസ് വിച്ച് ഈസ് പ്രപ്പോർഷണൽ ടു Tn. അതായത് ഈ ഒരു എക്സ്പ്രഷനാണ് ഫെർമി പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് നമ്മൾ തിയറട്ടിക്കലായിട്ട് കൊടുക്കുന്ന പ്രൂഫ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇലക്ട്രോണിക് ഹീറ്റ് കപ്പാസിറ്റി പ്രപ്പോർഷണൽ ടു T ആയിരിക്കും. ഇനി ഇത് നമുക്ക് എക്സ്പെരിമെൻ്റലി ഒന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രീ ഇലക്ട്രോൺ ഗ്യാസിനെ കൺസിഡർ ചെയ്യുന്നു. അതിന് നോർമലി അതൊരു T=0 കെൽവിനിലായിരുന്നു ഇനീഷ്യലി എന്ന് വിചാരിക്കുക. ദെൻ അതിൻ്റെ ടെമ്പറേച്ചർ 0 കെൽവിനിൽ നിന്നും വേറൊരു ടെമ്പറേച്ചർ Tയിലേക്ക് നമ്മൾ ഇൻക്രീസ് ചെയ്തു. ദെൻ ദ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ΔU = അപ്പോൾ ഇനീഷ്യലി 0 കെൽവിനാണ്, ദെൻ വേറൊരു ടെമ്പറേച്ചറാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നടന്നപ്പം അവിടെ ഉണ്ടായ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജീനെ നമുക്ക് ΔU എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റേർണൽ എനർജി അറ്റ് ടെമ്പറേച്ചർ T മൈനസ് ഇൻറ്റേർണൽ എനർജി അറ്റ് ടെമ്പറേച്ചർ 0 കെൽവിൻ. ഇക്വേഷൻ നമ്പർ 2. ദെൻ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി നമുക്ക് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിൻ്റെ ടേമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ΔU = (0 to ∞ E d(E) dE f(E) മൈനസ് (0 to ∞ E d(E) dE f(E). ഇതിൽ നമുക്ക് f(E) എന്ന് പറഞ്ഞാൽ എന്താണ്, ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഇൻറ്റേർണൽ എനർജി അറ്റ് ടെമ്പറേച്ചർ T. ഈ ടേം എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ എനർജി അറ്റ് ടെമ്പറേച്ചർ T = 0 കെൽവിൻ. T = 0 കെൽവിനിൽ നമുക്കറിയാം അപ് ടു ഫെർമി ലെവൽ വരെ ഇലക്ട്രോൺസ് ഒക്യുപ്പൈഡ് ആയിട്ടുള്ളൂ. സോ ഫസ്റ്റ് ഇൻ്റഗ്രൽ അതുപോലെ തന്നെ എഴുതി, സെക്കൻഡ് ഇൻ്റഗ്രൽ നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം. -0 to EF അപ് ടു ഫെർമി എനർജി ലെവൽ വരെയല്ലേ 0 കെൽവിനിൽ ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളൂ. സോ ഈ ഇൻ്റഗ്രൽ 0 to EF, ദെൻ DE D(E). അപ്പോൾ നമുക്കറിയാം ഈ ടേം f(E) എന്ന് പറയണത് 0 കെൽവിനിൽ 1 ആയിരിക്കും. അതായത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ് ടു EF വരെ നമുക്കറിയാമല്ലോ, ടോപ്പ് മോസ്റ്റ് ഫിൽഡ് ലെവലായ EF വരെയാണ് ഇതിൻ്റെ അതായത് ഇലക്ട്രോൺസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് 1 സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ മുകളിലേക്കുള്ള സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിട്ട് കൊടുക്കാം, 0 ആയിട്ട് കൊടുക്കാം. ഓർ ഇതൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാം. അത് നോക്കുക, ഇങ്ങനെ നമ്മൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തു. ഇതാണ് EF എന്ന് പറയുന്ന കട്ട് ഓഫ് എനർജി ലെവൽ ഓർ ഫെർമി ലെവൽ. അപ്പോൾ EFന് താഴത്തേക്ക് എന്താണ്, ഒക്യുപ്പൈഡ് ആണ്. സോ അതൊരു 1 സ്റ്റേറ്റിലാണ്. അപ്പോൾ ഇത്ര 1 സ്റ്റേറ്റിലാണ്. ദെൻ EFന് ശേഷം EFന് മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അൺഒക്യുപ്പൈഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തിനു കൊടുക്കാം, അത് 0 ആയിട്ട് കണക്കാക്കാം. ഇതുപോലെ ഇതിനാണ് നമ്മൾ ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഇൻ്റഗ്രൽ 0 to EF എന്ന് പറഞ്ഞ ഇൻ്റഗ്രലിൽ ഈ f(E)നെ നമുക്ക് എന്തായിട്ട് കൊടുക്കാം, f(E) = 1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഈ ടേം 0 to EF dE E d(E) എന്ന് മാറ്റി എഴുതാൻ പറ്റും. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, N = (0 to ∞) D(E) f(E) dE. ഇവിടെ LHSലും RHSലും നമുക്ക് EF വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ EF × N = EF × (0 to ∞) dE d(E) f(E). ഇനി നമുക്കറിയാം, നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനനുസരിച്ച് അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ടെമ്പറേച്ചറിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണ് എന്നതിന് നമ്മളൊരു എക്സ്പെരിമെൻ്റൽ പ്രൂഫാണ് കൊടുക്കാൻ പോകുന്നത്. തിയററ്റിക്കലി നമ്മൾ ഓൾറെഡി DU/DT കാൽക്കുലേറ്റ് ചെയ്ത് അത് ആ ഒരു കാര്യം പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ C ഇലക്ട്രോണിക് കണ്ടുപിടിക്കാമല്ലോ, ദാറ്റ് ഈസ് DU/DT വിച്ച് ഇസ് ഈക്വൽ ടു (0 to ∞) E d(E) dE. വിത്ത് റെസ്പെക്ട് ടു T ആണ് നമുക്ക് ഡെറിവേറ്റീവ് എടുക്കേണ്ടത്. അപ്പം dF(E)/dt മൈനസ് അടുത്ത ടേം നോക്കിക്കേ,
ഈ രണ്ടാമത്തെ ടേമിൽ ഇവിടെ ടിയുടെ ഡിപ്പെൻഡൻസി ഒന്നും വരുന്നില്ല, അല്ലെങ്കിൽ എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1 ആണ്. സോ നമുക്കിവിടെ എന്ത് കൊടുക്കാം, -0 എന്ന് കൊടുക്കാം, ഇക്വേഷൻ നമ്പർ 3. ഇനി d/dt ഓഫ് ഇ എഫ് ഇൻറ്റു എൻ, ഈ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ടി ഒന്ന് ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. അപ്പോൾ നോർമലി നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ d/dt ഓഫ് ഇ എഫ് ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ ഇതും കോൺസ്റ്റൻ്റ് ആണ്, ഇതും കോൺസ്റ്റൻ്റ് ആണ്. നമുക്കത് 0 ആണ് നമുക്ക് വരുന്നത്. സോ നമ്മൾ 0 എന്ന് ഇവിടെ കൊടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു അതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ ഫോമും കൂടെ എഴുതി, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ ആ ഫോമിൽ എഴുതുവാണ്. അപ്പോൾ 0 to ∞ ഇ എഫ്, ദെൻ എന്തുണ്ട്, ഡി ഇ ഡി ഓഫ് ഇ ഡി എഫ് ഓഫ് ഇ ബൈ ഡി ടി, ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ 3ഉം 4ഉം കിട്ടി. ഇനി നമുക്ക് 3യിൽ നിന്നും 4 മൈനസ് ചെയ്യാം, ദാറ്റ് ഈസ് സി ഇലക്ട്രോണിക് -0, ദാറ്റ് ഈസ് സി ഇലക്ട്രോണിക് വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ∞. അപ്പോൾ ഈ ബാക്കി ടേമുകൾ നോക്കുക, ഡി ഓഫ് ഇ അതുപോലെ തന്നെ ഡി ഓഫ് ഇ, പിന്നെ ഡി ഇ അതും കോമൺ ആയിട്ടുള്ള ടേമാണ്. പിന്നെ വരുന്നത് ഇവിടെ വരുന്ന ഇയും ഇ എഫും ആണ്. അപ്പോൾ ഇ മൈനസ് ഇ എഫ് ഡി എഫ് ഓഫ് ഇ ബൈ ഡി ടി, രണ്ട് ഇക്വേഷനും കൂടെ മൈനസ് ചെയ്തു. ഇനി എന്താണ് എഫ് ഓഫ് ഇ? നമുക്കറിയാലോ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് ഇ. അതിന് നമ്മൾ കൊടുക്കുന്ന എക്സ്പ്രഷൻ എന്താണ്, എഫ് ഓഫ് ഇ. ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഫോർമാറ്റ് എന്താണ്, എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1/e റേസ് ടു എനർജി ഡിവൈഡ് ബൈ കെ ബി ടി പ്ലസ് 1 എന്നാണല്ലോ. അപ്പോൾ ഇവിടെ എനർജിയുടെ ടേം ആയിട്ട് വരുന്നത് എന്താണ്, ഇ മൈനസ് ഇ എഫ് ഡിവൈഡ് ബൈ കെ ബി ടി പ്ലസ് 1, അതാണ് നമ്മുടെ എഫ് ഓഫ് ഇ. ഇനി എഫ് ഓഫ് ഇ കിട്ടി, ദെൻ d/dt ഓഫ് എഫ് ഓഫ് ഇ കണ്ടുപിടിക്കണം, എന്നിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ പോരെ, d/dt ഓഫ് എഫ് ഓഫ് ഇ ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി വിച്ച് ഇസ് ഈക്വൽ ടു -1/e റേസ് ടു ഇ മൈനസ് ഇ എഫ് ഡിവൈഡ് ബൈ കെ ബി ടി പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു ഇ മൈനസ് ഇ എഫ് ബൈ കെ ബി ടി ഇൻറ്റു മൈനസ് ഓഫ് ഇ മൈനസ് ഇ എഫ് ഡിവൈഡ് ബൈ കെ ബി ടി സ്ക്വയർ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ കിട്ടിയത്. നോക്കുക, അതൊന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഈ മൈനസും മൈനസും പ്ലസ് ആയി, ഇ മൈനസ് ഇ എഫ് ഡിവൈഡ് ബൈ കെ ബി ടി സ്ക്വയർ ഈ ടേം, പിന്നെ ന്യൂമറേറ്റർ വരുന്നത് ഇ റേസ് ടു ഇ മൈനസ് ഇ എഫ് ബൈ കെ ബി ടി ഡിവൈഡ് ബൈ ഇ റേസ് ടു ഇ മൈനസ് ഇ എഫ് ബൈ കെ ബി ടി പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ജസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു വിത്ത് റെസ്പെക്ട് ടു ടി. ഇനി നമുക്ക് കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കണം, ദെൻ നമുക്ക് ഫൈനലായിട്ട് ഇലക്ട്രോണിക് ഹീറ്റ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ഓഫ് ഇ ബൈ ഡി ടിയിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന നമ്മൾ ഇ മൈനസ് ഇ എഫ് ബൈ കെ ബി ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഡി എക്സ് ഈക്വൽ ടു ഡി ഇ ബൈ ഡി ടി, ഡി എഫ് ഓഫ് ഇ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഈ ടൈം ഫസ്റ്റ് ടൈം അതുപോലെ തന്നെ കേട്ടോ, ഇ മൈനസ് ഇ എഫ് ബൈ കെ ബി ടി സ്ക്വയർ. ദെൻ ന്യൂമറേറ്ററിൽ എന്തായിരുന്നു, ഇ റേസ് ടു ഇ മൈനസ് ഇ എഫ് ബൈ കെ ബി ടി അല്ലേ, അപ്പോൾ ഇത് എക്സ് ആണ്. സോ ഇവിടെ ഇ റേസ് ടു എക്സ് എന്ന് കൊടുക്കുക, ഇ റേസ് ടു ആ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് എന്ന് കൊടുത്തു, ഡിവൈഡഡ് ബൈ പിന്നെ ഉള്ളത് ഇ റേസ് ടു ഇ മൈനസ് ഇ എഫ് ബൈ കെ ബി ടി പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്നായിരുന്നു. അപ്പോൾ അവിടെ എന്ത് കൊടുക്കണം, ഈ ടൈമിന് എക്സ് എന്ന് കൊടുത്തു കഴിയുമ്പം ഇ റേസ് ടു എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇപ്പോൾ നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻസ് എല്ലാം സി ഇലക്ട്രോണിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം നമ്മൾ രണ്ട് ഇക്വേഷനെ മൈനസ് ചെയ്തിട്ട് കിട്ടിയ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു, സി ഇലക്ട്രോണിക് സി ഈക്വൽ ടു 0 to ∞ ഡി ഓഫ് ഇ ഡി ഇ മൈനസ് ഇ എഫ് ഇൻറ്റു ഡി എഫ് ഓഫ് ഇ ബൈ ഡി ടി എന്നായിരുന്നു. അപ്പോൾ ഡി എഫ് ഓഫ് ഇ ബൈ ഡി ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അതുപോലെ തന്നെ ഡി ഇക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും, സി ഇലക്ട്രോണിക് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ∞ ഡി ഓഫ് ഇ, അതുപോലെ തന്നെ എഴുതി. ദെൻ ഡി ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റിലേഷൻ അനുസരിച്ച് എന്ത് എഴുതാൻ പറ്റും, ഡി ഇസ് ഈക്വൽ ടു കെ ബി ടി ഇൻറ്റു ഡി എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ, അതും കൊടുത്തു. ദെൻ ഒരു ഇ മൈനസ് ഇ എഫ് ഇവിടെ ഉണ്ട്, ഇവിടുത്തെ ഇ മൈനസ് ഇ എഫും കൂടെ ചേർത്ത് ന്യൂമറേറ്ററിൽ ഇ മൈനസ് ഇ എഫ് ദ ഹോൾ സ്ക്വയർ, പിന്നെ ബാക്കി ടൈമെല്ലാം അതുപോലെ തന്നെ കെ ബി ടി സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ഡി ഓഫ് ഇ. ഇനി ഇവിടെ കെ ബി ടി സ്ക്വയർ ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവിടെ കെ ബി സ്ക്വയർന്ന് കൊടുത്തു. അപ്പോൾ പകരം നമ്മൾ ഇവിടെ എന്ത് കൊടുത്തു, ഇവിടുത്തെ കെ ബിനെ കെ ബി സ്ക്വയർന്ന് ആക്കി, ഇൻറ്റു ടി ഡി എക്സ്, ബാക്കി ടൈമുകളെല്ലാം അതുപോലെ തന്നെ എഴുതി. ഇനി ഈ ഒരു എക്സ്പ്രഷൻ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇതിലെ ഇത്രയും ടേമുകൾ, അതായത് ഇ മൈനസ് ഇ എഫ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ ബി
കെ ബി സ്ക്വയർ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് സ്ക്വയർ ആണ്. എക്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് ഇ മൈനസ് ഇ എഫ് ബൈ കെ ബി ടി എന്നാണ്. അപ്പോൾ ഇവിടെ എല്ലാം സ്ക്വയർ ഉണ്ട്. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പം സി ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലായി ഡി ഓഫ് ഇ കെ ബി സ്ക്വയർ ടി ഡി എക്സ് എക്സ് സ്ക്വയർ പിന്നെ ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഓർ ഇറ്റ് ക്യാൻ ബി റിട്ടേൺ 0 to infinity ഡി ഓഫ് ഇ കെ ബി സ്ക്വയർ ടി ഇതെങ്ങനെ എഴുതാം? ഡി എക്സ് ഇപ്പുറത്തേക്ക് കൊടുത്തു എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. ഇനി നോക്കുക, ഇത് നമുക്ക് പുറത്തേക്ക് എടുത്ത് എഴുതാമല്ലോ. ഡി ഓഫ് ഇയും കെ ബി സ്ക്വയർ ടിയും ബാക്കി ഇൻ്റഗ്രലിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? 0 to infinity എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. ഇതൊരു സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രലിൻ്റെ ഫോർമാറ്റാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 3 ആണ്. സോ ഇൻ്റഗ്രലിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പൈ സ്ക്വയർ ബൈ 3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇലക്ട്രോണിക് ഹീറ്റ് കപ്പാസിറ്റി കിട്ടുന്നത് സി ഇലക്ട്രോണിക് ഈക്വൽ ടു 1/3 പൈ സ്ക്വയർ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ, പിന്നെ ബാക്കി ടൈം അതുപോലെ തന്നെ ഡി ഓഫ് ഇ കെ ബി സ്ക്വയർ ടി. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ എക്സ്പ്രഷൻ ഇലക്ട്രോണിക് ഹീറ്റ് കപ്പാസിറ്റി. നമുക്ക് നമ്മൾ തിയററ്റിക്കലായിട്ട് പറഞ്ഞ കാര്യവുമായിട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇത് നമ്മളൊരു എക്സാമ്പിൾ എടുത്ത് പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ അന്നേരം നമുക്ക് എന്ത് കിട്ടി? ഇലക്ട്രോണിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി എന്നുള്ള രീതിയിൽ കിട്ടി. ഇനി നമുക്ക് ഈ ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്ത് വേറൊരു രീതിയിലും കൂടെ നമുക്ക് വേണമെങ്കിൽ എക്സ്പ്രസ് ചെയ്യാം. നമുക്കറിയാം ഡി ഓഫ് ഇ എഫ് നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സുകളിൽ ഡിറൈവ് ചെയ്തതാണ്. ഡി ഓഫ് ഇ എഫ് എന്ന് പറഞ്ഞാൽ 3n ഡിവൈഡഡ് ബൈ 2EF ആയിരിക്കും. സോ നമുക്കിവിടെ ഡി ഓഫ് ഇക്ക് പകരം അറ്റ് ഫെർമി എനർജി എന്നുള്ള രീതിയിൽ ഡി ഓഫ് ഇ എഫ് എന്നാണ് എഴുതാൻ പോകുന്നതെങ്കിൽ എന്ത് കൊടുത്താൽ മതി? ഈ ഡി ഓഫ് ഇ എഫിന് പകരം 3n/2EF എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇ എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ. അപ്പം നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൈ സ്ക്വയർ ബൈ 3 ഇൻറ്റു അപ്പം 3n/2EF ഡി ഇ എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻറ്റു കെ ബി സ്ക്വയർ ടി. അപ്പോൾ 3യും 3യും ക്യാൻസലായി പോയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് പൈ സ്ക്വയർ എൻ കെ ബി സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ 2EF. അപ്പോൾ അവിടെ നമുക്ക് പറയാൻ സാധിക്കും സി ഇലക്ട്രോണിക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി. ദെൻ വി നോ ടി എഫ് ഈക്വൽ ടു 2EF ബൈ പൈ സ്ക്വയർ എൻ കെ ബി സ്ക്വയർ. നമുക്കറിയാം ഫെർമി ടെമ്പറേച്ചറിന് കൊടുക്കുന്ന എക്സ്പ്രഷനാണിത്. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ടി എഫ് തന്നെയാണ് ഈ ടൈം നോക്കുക 2EF ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ എൻ കെ ബി സ്ക്വയർ. ഇത്രയും കാര്യങ്ങൾ വരുന്നത് എന്താണ്? നമ്മുടെ 1/TF ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ റീറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും? സി ഇലക്ട്രോണിക് ഈക്വൽ ടു ടി ഡിവൈഡഡ് ബൈ TF. അപ്പം സി ഇലക്ട്രോണിക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രാക്ഷൻ ദാറ്റ് ഈസ് T/TF. ഇത് തന്നെയാണ് നമ്മൾ തിയററ്റിക്കലി പറഞ്ഞിരുന്ന കാര്യവും. T/TF എന്ന് പറയുന്ന ഫ്രാക്ഷനോട് ഈക്വലൻ്റ് ആയിരിക്കും എന്ത്? നമ്മുടെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓർ എന്ത് പറയുന്നു? ഇത് ഇലക്ട്രോണിക് ഹീറ്റ് കപ്പാസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T ആയിരിക്കും. അപ്പോൾ ഈ ഫ്രാക്ഷനായിട്ട് നമ്മൾ കണക്കാക്കാൻ കാരണം എന്താണ്? എല്ലാ ഇലക്ട്രോൺസും എക്സൈറ്റേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഓർ എല്ലാ ഇലക്ട്രോൺസും ഇ ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു എനർജി അബ്സോർബ് ചെയ്ത് എക്സൈറ്റ് ചെയ്ത് പോകുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ക്ലാസിക്കലി ആ ഡിസ്ക്രിപ്പൻസി വന്നത്. ബട്ട് ക്വാണ്ടം മെക്കാനിക്കലി നമുക്ക് പറയാനും പറ്റി, അല്ലെങ്കിൽ തിയററ്റിക്കലായിട്ട് പറയാനും പറ്റി, എക്സ്പെരിമെൻ്റലായിട്ട് പ്രൂവ് ചെയ്യാനും പറ്റി. ഈ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓർ അറ്റ് 0 കെൽവിനിൽ ഹീറ്റ് കപ്പാസിറ്റി 0 ആയിരിക്കും. ഇതാണ് ഇലക്ട്രോൺ ഗ്യാസിൻ്റെ ഹീറ്റ് കപ്പാസിറ്റിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദീസ് ടോപ്പിക്സ്. താങ്ക് യു.